ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ വൃത്തങ്ങൾ സർക്കിൾസ് എന്ന ചാപ്റ്ററിലെ നമ്മൾ കുറച്ച് ആശയങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. റൈറ്റ് ട്രയാങ്കിളും ആംഗിളിൻ്റെ സെമി സർക്കിൾ 90 ഡിഗ്രി ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള പാർട്ടാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒരു നോട്ട്ബുക്കും കോമ്പസൊക്കെ റെഡിയാക്കി വയ്ക്കുക. നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിങ്ങളൊരു വൃത്തം വരച്ചേ, ഇഷ്ടമുള്ള ആരത്തിൽ ഇഷ്ടമുള്ള റേഡിയസിൽ ഒരു സർക്കിൾ വരയ്ക്കുക. ഡ്രോ എ സർക്കിൾ ഓഫ് എനി റേഡിയസ്. ഏതെങ്കിലും ഒരു സർക്കിൾ വരയ്ക്കുക, ഇഷ്ടമുള്ള റേഡിയസിൽ വരയ്ക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ഇനി ഇതിലേതെങ്കിലും 2 പോയിന്റ്സ് ഇഷ്ടമുള്ളവർക്ക് മാർക്ക് ചെയ്യും. ഞാൻ 2 പോയിന്റ് മാർക്ക് ചെയ്തു, എയും ബിയും. എ ആൻഡ് ബി ആർ 2 പോയിന്റ്സ് ഓൺ എ സർക്കിൾ. 2 പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 2 ആർക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്ന് എ ബി എന്ന ആർക്ക്, ഞാൻ ഇവിടെ ഒരു പേരും കൂടി കൊടുക്കാം, പി. എ പി ബി എന്ന ആർക്ക്. അതുപോലെ ഇവിടെ ഒരു പേര് കൊടുക്കാം, ക്യൂ. എ ക്യൂ ബി എന്ന് പറഞ്ഞ വലിയൊരു ആർക്ക്. So when we mark 2 points on the circle, we got 2 arcs, arc AQB and arc APB. 2 arcs we got. 2 ചാപങ്ങൾ കിട്ടി. ഇതൊന്ന് സെമി സർക്കിളിനേക്കാളും വലിയ ചാപവും ഒന്ന് സെമി സർക്കിളിനേക്കാളും ചെറുതുമാണ്. ഒന്ന് മേജർ ആർക്കും മൈനർ ആർക്കും എന്ന് പറയും. ഇതില് ഈ ആർക്കിന്റെ എൻഡ് പോയിന്റിൽ നിന്ന് ഞാൻ ഇതിനകത്ത് ഒരു പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തു. ഇങ്ങനെ ഒരു ആംഗിൾ വരയ്ക്കുക. ഒരു ലൈൻ വരച്ചു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ലൈൻ വരച്ചു. സോ ദാറ്റ് വി ഗോട്ട് ആൻ ആംഗിൾ. വേറെ ഒരു പേര് കൊടുക്കാം, ഡി. ആംഗിൾ എ ഡി ബി. എ ഡി ബി എന്ന് പറയുന്ന ഒരു ആംഗിൾ. അപ്പോൾ ഈ എ ക്യൂ ബി എന്ന ആർക്കിലെ ആംഗിളാണ് ആംഗിൾ എ ഡി ബി. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആർക്കാണ് എ പി ബി. എ പി ബി എന്ന ആർക്കിൻ്റെ ഓപ്പോസിറ്റ് ആർക്കാണ് എ ക്യൂ ബി. അതുപോലെ എ ക്യൂ ബി എന്ന ആർക്കിൻ്റെ ഓപ്പോസിറ്റ് ആർക്കാണ് എ പി ബി. 2 ആർക്കും ഒന്നും. ഒരെണ്ണം മറ്റേതിൻ്റെ ഓപ്പോസിറ്റ് ആർക്കാണ്. എതിർചാപം എന്ന് പറയും, മറുചാപം എന്നൊക്കെ പറയും. അപ്പോൾ ഈ ചാപത്തിൻ്റെ മറുചാപമാണ്, അല്ലെങ്കിൽ എതിർചാപം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആർക്കാണിത്. അപ്പോൾ എ പി ബി എന്ന ആർക്ക് അതിൻ്റെ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് ഇത്. This angle is the central angle of arc APB. APB എന്ന ആർക്കിന്റെ central angle subtended by the arc APB at the center is AOB, and this angle AOB is called the central angle of arc APB. And at the same time, arc APB subtend an angle ADB on its opposite arc. അപ്പോൾ ഈ ആർക്കിലെ ആംഗിളാണ് എ ഡി ബി. അതുപോലെ ഈ ആർക്ക് സെന്ററിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആംഗിളാണ് എ ഒ ബി. അതേപോലെ തിരിച്ച് ഈ ആർക്കിന്റെ ഓപ്പോസിറ്റ് ആർക്കാണിത് എ പി ബി. അപ്പോൾ എ പി ബി എന്ന ആർക്കിൽ ഇവിടെ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരയ്ക്കാം. കേട്ടോ, ഈ ആംഗിള് ഇത് ഈ ആർക്കിലെ ആംഗിളാണ്. ആർക്ക് എ പി ബിയിലെ ആംഗിളാണിത്. അതുപോലെ ഇങ്ങനെ വേറെ വരയ്ക്കാം, ഇഷ്ടംപോലെ വരയ്ക്കാം. ഇവിടെ ഇഷ്ടംപോലെ പോയിന്റ് എടുക്കാം. എ ആർ ബി എന്ന് പറയുന്നത് ഈ ആർക്ക് എ പി ബിയിലെ മറ്റൊരു ആംഗിളാണ്. അങ്ങനെ ഇഷ്ടംപോലെ ഏത് പോയിന്റ് വെർട്ടെക്സ് ആയിട്ട് എടുത്ത് നമുക്ക് ഇതുപോലെ ആംഗിൾ വരയ്ക്കാം. അപ്പോൾ ഒരു സർക്കിളിൽ 2 പോയിന്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 ആർക്കായിട്ട് വിഭജിക്കപ്പെടും. ഒരെണ്ണം മറ്റേതിൻ്റെ എതിർചാപം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആർക്ക് എന്ന് പറയും, മറുചാപം എന്ന് പറയും. മറ്റത് നേരെ തിരിച്ചും പറയാം. ആർക്കിൻ്റെ എൻഡ് പോയിന്റിൽ നിന്ന് സർക്കിളിലെ പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ആംഗിൾ ആ ആർക്കിലെ ആംഗിൾ ആയിരിക്കും. അതുപോലെ ഓപ്പോസിറ്റ് ആർക്കിലെ ആംഗിൾ ആയിരിക്കും എന്ന് പറയുന്ന ഈ ആർക്കില് ഒരു പോയിന്റ് ഇത് ഇവിടെ മാർക്ക് ചെയ്തു. ഇത് എ പി. ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു ആർ. എന്നിട്ട് ഞാനിത് ആ ആർക്കിലെ ആംഗിൾസ് ഒക്കെ വരയ്ക്കുകയാണ്. ആംഗിൾ വരയ്ക്കാം. അതായത് എ പി ബി എന്ന് പറയുന്ന ആർക്കിലെ ആംഗിളാണ് ആംഗിൾ എ പി ബി, ആംഗിൾ എ ക്യൂ ബി, ആംഗിൾ എ ആർ. 3 ആംഗിളോട് വരച്ചിട്ടുണ്ട്. ആംഗിൾ എ പി ബി, ആംഗിൾ എ ക്യൂ ബി, ആംഗിൾ എ ആർ. ഇനി നമ്മൾ എടുത്ത സർക്കിൾ എടുത്തിട്ട് ഈ സർക്കിള് ഈ ആംഗിൾ ഉണ്ടല്ലോ, ഇത് നമ്മളിങ്ങനെ കൃത്യമായിട്ട് മെഷർ ചെയ്യാം. ഈ ഒരു ആംഗിൾ കൃത്യമായിട്ട് മെഷർ ചെയ്യും. ഇതിങ്ങനെ മെഷർ ചെയ്തെടുക്കാം.
ഇതാ ഇങ്ങനെ മെഷർ ചെയ്യുന്നു കണ്ടോ. അത് ദേ ഇവിടെ വെച്ചു കണ്ടോ. അതേ ആംഗിൾ തന്നെ നോക്കി ഇത് എടുക്കുക കണ്ടോ. അപ്പോൾ നമ്മൾ ഈ വരച്ചിരിക്കുന്ന ആംഗിൾസിൻ്റെ എല്ലാ മെഷറും സെയിം ആണ്. ഞാൻ ഒരു ആംഗിളിൻ്റെ ട്രേസ് ആണ് എടുത്തത് കണ്ടോ. അത് തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്, അത് തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. അതായത് ഒരേ ആർക്കിൽ വരയ്ക്കുന്ന ഈ ആംഗിൾസ് എല്ലാം സെയിം. ഇനി ഓരോടെ വരച്ചു കഴിഞ്ഞാൽ അതും ഇതിന് ഈക്വൽ ആയിരിക്കും. ഓരോടെ വരയ്ക്കാം. അതും ഇതുപോലെ ഈ പേപ്പർ വെച്ച് വീണ്ടും നിങ്ങളൊന്ന് അളന്ന് നോക്കുക. നിങ്ങൾ വെട്ടിയെടുത്ത സർക്കിള് വെച്ച് കണ്ടോ. ഈ ആംഗിൾസ് എല്ലാം ഒരേ മെഷറുള്ളതാണ് കണ്ടോ. ഈ ആംഗിൾസ് എല്ലാം ഒരേ മെഷറുള്ള ആംഗിളിന്റെ പ്രത്യേകത എന്താണ്? ഇതെല്ലാം ദി ആംസ് ഓഫ് ദി ആംഗിൾ പാസസ് ത്രൂ ദി എൻഡ് പോയിന്റ്സ് ഓഫ് ദി ആർക്ക് എ ആൻഡ് ബി ആൻഡ് വെർട്ടെക്സ് ഓഫ് ദി ആംഗിൾ ഷുഡ് ബി ഓൺ ദി ആർക്ക്. ഈ ആർക്കിലെ പോയിന്റ് ആയിട്ട് വരണം വെർട്ടെക്സ്. അങ്ങനെ ആർക്കിലെ പോയിന്റ് ആയിട്ട് നമുക്ക് അനേക ആംഗിൾസ് വരയ്ക്കാം. മെഷർ ഓഫ് ഓൾ ദീസ് ആംഗിൾസ് ആർ ഈക്വൽ. ഇതെല്ലാം സെയിം ആയിരിക്കും. ഈ ആംഗിൾ തന്നെയാണിത്, അത് തന്നെയാണിത്, അത് തന്നെയാണിത്, അത് തന്നെയാണിത്. ഇങ്ങനെ എല്ലാ ആംഗിൾസും സെയിം ആകുന്നതാണ്. ഇതുപോലെ നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് ആർക്കിലും ആംഗിൾ വരയ്ക്കാം. നിങ്ങൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആർക്കിൽ കുറച്ച് ആംഗിൾ വരച്ചു നോക്കി. അതായത് ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു ഇവിടെ. എന്നിട്ട് സ്കെയിൽ വെച്ച് ജോയിൻ ചെയ്യുക. സ്കെയിൽ വെച്ച് ജോയിൻ ചെയ്യും. ഞാൻ രണ്ട് ആംഗിൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇതുപോലെ പേപ്പറിന് ട്രേസ് എടുക്കുക. നിങ്ങൾ ആദ്യം എടുത്ത പേപ്പർ എടുത്തിട്ട് ഈ സെന്റർ അതിന് വെർട്ടെക്സിൽ വരത്തക്ക രീതിയിൽ ഇങ്ങനെ ട്രേസ് എടുക്കുക. വയ്ക്കുക. ഇങ്ങനെ ട്രേസ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ അതേപോലെ ആംഗിളിൻ്റെ ട്രേസ് ആണ് ഇത് കണ്ടോ. അടുത്ത ആംഗിൾ വെച്ച് നോക്കുക. ഒരേ ആർക്കിൽ വരുന്ന ആംഗിൾസ് എല്ലാം എപ്പോഴും സെയിം ആയിട്ടിരിക്കുന്നത്. ഈ ആശയം നമുക്ക് ജിയോജിബ്ര ഉപയോഗിച്ച് ചെയ്ത് നോക്കാം. ഇവിടെ 71 ഡിഗ്രി ആംഗിളുള്ള ഒരു ആംഗിളാണ് ഈ ആർക്ക് എ സി ബിയിൽ വരച്ചിരിക്കുന്നത്. എ ഡി ബിയിലപ്പോൾ 107 ഡിഗ്രിയാണ് ഈ വരച്ചിരിക്കുന്നത്. ഇവിടെ ഈ ഡി സി എന്ന പോയിന്റ് ഇവിടെ ഈ ആർക്കിൽ എവിടെ വന്നാലും അത് 107 ഡിഗ്രി തന്നെയായിരിക്കും എപ്പോഴും. അതുപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് ആർക്കിൽ വരച്ചിരിക്കുന്നതാണ് ആംഗിൾ എ ഡി ബി. ആംഗിൾ എ ഡി ബി എന്ന് പറയുന്നത് 107 ഡിഗ്രിയാണ്. അത് ഈ ആർക്കിലെ ഏത് പോയിന്റിൽ വന്നാലും അതിൻ്റെ ആംഗിൾ മാറുന്നില്ല എന്ന് കാണാം. ഇത് ഒരേ ആർക്കിലെ ആംഗിൾ, അതായത് ഈ ഡി എന്ന പോയിന്റ് മാറുന്നില്ല, ആംഗിളും മാറുന്നില്ല. ഇനി ആംഗിളൊന്ന് മാറ്റി നോക്കാം. 100 ഡിഗ്രിയും 80 ഡിഗ്രി ആവും. കണ്ടോ, ഒരേ ആർക്കിലെ ആംഗിൾ ഇത് 100 ഡിഗ്രി. എപ്പോഴും ഡി എന്ന പോയിന്റ് ആ ആർക്കിലൂടെ എങ്ങോട്ട് മാറിയാലും 100 ഡിഗ്രി. അതുപോലെ സി എന്ന പോയിന്റ് ആർക്കിലൂടെ എങ്ങോട്ട് മാറിയാലും എപ്പോഴും 80 ഡിഗ്രി തന്നെയായിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ ശീർഷം മാറി ആ ചാപത്തിലൂടെ മാറിക്കൊണ്ടിരുന്നാലും ആംഗിളിന് മാറ്റം ഇല്ല. ഒരേ ചാപത്തിലെ കോണുകൾ തുല്യമാണ് എന്ന് ഇവിടെ ഒരു 3 കണക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഇത് ഒരു വൃത്തം വരച്ചിട്ടുണ്ട്, ഒരു സർക്കിൾ. 2 chords AB and CD intersect at P. Angle B 70 degree, angle A 40 degree. Find the value of X and Y. X എത്രയാണ്, Y എത്രയാണെന്ന് പറയാമോ? X is equal to how much? X എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, ഈ ആർക്കൽ എ ബി സി എന്ന് പറയുന്ന ഒരു ആർക്ക് കൂടി ഉണ്ട് കണ്ടോ. അതിലെ ആംഗിളാണ് എ ഡി സി. അതായത് വെർട്ടെക്സ് ഈ പോയിന്റ് ആംസ് ഓഫ് ദി ആംഗിൾ പാസസ് ത്രൂ എ ആൻഡ് സി. ഇതാണ് എ ഡി സി എന്ന് പറയുന്നത്. എ ബി സി എന്ന് പറയുന്നത് അതേ ആംഗിളാണ് കണ്ടോ. ഈ ആംഗിള് തന്നെയാണ് ഈ ആംഗിള്. കാരണം രണ്ടും ഈ പറയുന്നത് ഇങ്ങനെ വെച്ച് മുറിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഈ ആർക്കിലെ ആംഗിളാണ്. അപ്പോൾ ഈ ആംഗിൾ എത്രയാണോ അത് തന്നെയാണ് ഈ ആംഗിൾ. ഇവിടെ എ ബി സി 70 വന്നിട്ടുണ്ട്. അതുകൊണ്ട് എ ഡി സി എത്ര തന്നെയാണ്? എ ബി സിയുടെ അതേ അളവ് തന്നെയാണ് എ ഡി സി. അപ്പോൾ എക്സ് സമം
70 degree because angle in the same arc. ഒരേ ചാപത്തിലെ കോണുകൾ തുല്യം, അതുകൊണ്ട് എക്സും 70. ഇതുപോലെ y എടുത്ത് നോക്കാം. എത്രയായിരിക്കും y? ഇവിടെ അതുപോലെ നോക്കിയാൽ ഇതുകൊണ്ടാ DAB എന്ന് പറഞ്ഞാൽ ഈ ചെറിയൊരാർക്ക്, ഇത് വലിയൊരാർക്ക്, ഈ ആർക്കിലെ ആംഗിളാണ് DAB. അതേ ആർക്കിലെ തന്നെ ആംഗിളാണ് DCB. അതായത് രണ്ടിന്റെ എൻഡ് പോയിന്റ് ഇതാണ്. വെർട്ടെക്സ് എയിൽ നിന്ന് സിയിലേക്ക് മാറി. വെർട്ടെക്സ് മാത്രമേ മാറുന്നുള്ളൂ. വെർട്ടെക്സ് ആ ചാപത്തിലെ ഏത് പോയിന്റ് വേണമെങ്കിലും ആവാം. അപ്പൊ ഇത് ഈ ആംഗിൾ 40 ആയതുകൊണ്ട് ഇത് എത്രയാണ്? 40. അപ്പോൾ y സമം 40 ഡിഗ്രി. അതായത് ആംഗിൾ ഇൻ ദി സെയിം സെഗ്മെന്റ് ആർ ഈക്വൽ, അല്ലെങ്കിൽ ആംഗിൾ ഇൻ ദി സെയിം ആർക്ക് ആർ ഈക്വൽ. അപ്പൊ ഇത് 40 ആയതുകൊണ്ട് ഇത് 40, ഇത് 70 ആയതുകൊണ്ട് ഇത് 70. അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ടാമതൊരു ചോദ്യം എഴുതിയിട്ടുണ്ട് ഇവിടെ. ഇതേ ക്വസ്റ്റ്യൻ, ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു സർക്കിള് AC ആൻഡ് BD ആർ two chords intersect at E and angle E is 70 degree. Angle D 50 degree. Find X. അതാണ് ക്വസ്റ്റ്യൻ. Find X. ഈ എക്സും സിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കി. എക്സ് സിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇവിടെ ABD കണ്ടോ? അത് തന്നെയാണ് ACD കണ്ടോ? ഡിയിൽ നിന്ന് ഇങ്ങനെ പോകുന്നു. ADയും ഡിയും കണ്ടോ? എക്സ് എൻഡ് പോയിന്റ്സ് സെയിം ആണ്. വെർട്ടെക്സ് B ന്ന് സീറ്റ് മാറി. വെർട്ടെക്സ് മാത്രമേ മാറുന്നുള്ളൂ. അപ്പൊ ആർക്ക് സെയിം. അപ്പോൾ ABD and ACD are angle in the same arc. So if this angle is X, this is also will be X. അപ്പോൾ ഇത് X എന്ന് കിട്ടും. അപ്പോൾ ഇത് X ആകുമ്പോൾ കണ്ടോ ട്രയാങ്കിളിന്റെ 3 ആംഗിളും കൂടി ആഡ് ചെയ്താൽ 180 ആണ്. അപ്പോൾ എന്ത് കിട്ടും? ആദ്യം ആംഗിൾ C ഈക്വൽ ടു 180 മൈനസ് ഓഫ് 70 പ്ലസ് 50. അങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് 180 മൈനസ് ഓഫ് 70 പ്ലസ് 50 120. ദാറ്റ് ഈസ് 60 എന്ന് കിട്ടും. ഇത് 60 എന്ന് കിട്ടി. സോ എക്സ് ഈസ് ഓൾസോ 60 ബിക്കോസ് ആംഗിൾ ഇൻ ദി സെയിം ആർക്ക് ആർ ഈക്വൽ. ഈ ആംഗിൾ ക്ലിയർ ആണല്ലോ. ഈ ഒരു ചോദ്യം എഴുതാം. PQ എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ ആണ്. PQ ഈസ് ദി ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ. Angle R 50 degree given. Find angle PQS. ഈ ആംഗിൾ കാണാനാണ്. Find angle PQS. How much will be PQS? How much will be angle P? Can you say? How much will be angle P? What is the relation between angle QPS and QRS? QPS എന്ന് പറയുന്നത് ഇതൊരു ആർക്ക് കണ്ടോ? ആ ആർക്കിലെ ആംഗിൾ ആണ് QPSഉം QRSഉം. ആംഗിൾ ഇൻ ദി സെയിം ആർക്ക് കണ്ടോ? ഈ രണ്ട് ആംഗിളും സെയിം ആണ്. അപ്പൊ ആംഗിൾ P എത്രയാണെന്ന് കിട്ടും? 50 ബിക്കോസ് ആംഗിൾ ഇൻ ദി സെയിം ആർക്ക് ആർ ഈക്വൽ. ഒരേ ചാപത്തിലെ കോണുകൾ തുല്യമാണ്. അപ്പൊ ഇത് 50 ആകുമ്പോൾ ഇത് എത്രയാണ്? 50 കിട്ടും. ഇനി ഹൗ മച്ച് ഈസ് ആംഗിൾ PSQ? ആംഗിൾ PSQ ഈ ആംഗിൾ PQ ഡയമീറ്റർ ആണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഡയമീറ്ററിന്റെ എൻഡിൽ നിന്ന് സർക്കിളിന്റെ ഒരു പോയിന്റിലേക്ക് ജോയിൻ ചെയ്താൽ കിട്ടുന്ന ആംഗിൾ എപ്പോഴും 90 ഡിഗ്രി ആണ്. അപ്പോൾ ഇത് എത്രയായിരിക്കും? 90. അപ്പോൾ ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി. അപ്പോൾ ഇൻ ദിസ് ട്രയാംഗിൾ വി ഗോട്ട് 2 angles. Can find out the third angle. So angle PQS is equal to PQS. ഈ ആംഗിൾ എന്ത് ചെയ്യണം? 180യിൽ നിന്ന് ഈ ആംഗിൾ കുറച്ചാൽ മതി. 90യും 50യും. Because sum of the angles of any triangle is 180 degree. So 180 minus of 90 plus 50. That is 180 minus 140. 140. That is 40. പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്തത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.